ഇത് മൈലാഞ്ചി മറ്റേ ഒരു മിനിറ്റ് ഇത് മൈലാഞ്ചി വരച്ചു ഞങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയണേ. അതെ ഇത് മൈലാഞ്ചി ഇവിടെ വരെ ഇട്ടു. ആദ്യം സിമ്പിൾ ഒരു ഡിസൈനാണ് ഇട്ടത്. അപ്പൊ ചിന്നു പറഞ്ഞു ഒരെണ്ണം കൂടി. അപ്പൊ ഇങ്ങനെ ഇട്ടു. അയാൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് അയാൾ ഇവിടെ ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അരിച്ചരിച്ച് ഇവിടം വരെ എത്തി. ചിന്നു പറഞ്ഞു എനിക്ക് ഇവിടം വരെ വേണമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു ഇണ്ടോ അങ്ങനെ ഇറങ്ങി നിൽക്കട്ടോ. എന്നിട്ട് ചിന്നു അപ്പൊ ഇപ്പുറത്തെ സൈഡ് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇപ്പുറത്തെ സൈഡ് അയാൾ ഇങ്ങനെ ഇത് റെക്കോർഡിംഗ് ആണ് കേട്ടോ. അതെ അങ്ങനെ ചിന്നു പറഞ്ഞു ഇവിടം വരെ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ ചിന്നുനോട് ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഇവിടം വരെ ഇട്ടാ മതി, സ്കൂളിലേക്കൊക്കെ പോകേണ്ടതല്ലേന്ന്. അപ്പൊ ഇവിടെ വിശാലമായ ഷോറൂമായിട്ടാണ് ഡ്രസ്സിന്റെ ഇത് കിടന്നിരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ആരുടെ നിർബന്ധത്തിന് ഇത് കിട്ടത്? നിന്റെ നിർബന്ധത്തിനാണ്. അങ്ങനെ ഇന്ന് ചിന്നുവിനെ ഞാൻ കാണാനില്ല. കുറച്ചു നേരത്തിന് ചിന്നുവിനെ കാണാനില്ല ടോയ്ലറ്റിൽ പോയിട്ട്. അപ്പൊ അതല്ല കുളിക്കാൻ പോയി. ഓക്കെ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേ ഇവിടെ ആന്റി ഞാനിങ്ങനെ ഒരക്കായിരുന്നു ഇത്ര നേരം. എന്തിനാ വെച്ചാ പറയാ സിസ്റ്റർമാര് കാണുന്നത്. സിസ്റ്റർമാര് ഒരച്ചവള് കൊറേ നേരം. അതെ ഈ ഒരു വർക്ക് ചെയ്തേന് അയാള് ഒരു കണ്ണി ചോരയില്ലാണ്ട് 400 രൂപ മേടിച്ചു. എങ്ങനെയുണ്ട് ഇത്? നമ്മൾ പറഞ്ഞിട്ട് കൂടി ഇല്ല ഇവിടെ ആണോ? ഹിന്ദിക്കാരനാണോ? ഒരു ഹിന്ദിക്കാരനായിരുന്നു. കുട്ടിക്ക് ഒരു പണ്ട് ഇതൊക്കെ ഞങ്ങള് ഒരു കുഞ്ഞ ഡിസൈൻ ഇടുമ്പോ 5 രൂപ അങ്ങനെ ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ ഒരു കുഞ്ഞൊരു കൈത്തണ്ട ഇടണേന് അത് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു അച്ചാണ് കേട്ടോ. അച്ച് വെച്ച് ഇങ്ങനെ ഇടുന്നതിന് 400 രൂപ നീ കളഞ്ഞുന്ന്. 400 രൂപ. എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലല്ലോ. ഒന്നാ ഓക്കെ. അതെ ചിന്നുവിന്റെ ഈ സന്തോഷത്തിലും ഈ സന്തോഷത്തിലും ഈ ദുഃഖത്തിലും ഞങ്ങൾ എന്താ പറയാ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ ബൈ സിന്നു. ഓക്കെ ബൈ ബൈ. അപ്പൊ ഇതാരാ പറയൂ? പറയാറ് പേര് പറയും. അപ്പൊ ഇതാരോട് കത്തിച്ചത്?